ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് വൈ ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് മിറർ ഇമേജ് ഷോസ് 4:20 ഇൻ എ 12 hours ക്ലോക്ക്, ദെൻ വാട്ട് വിൽ ബി ദ ആക്ച്വൽ ടൈമിംഗ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 12 മണിക്കൂർ കാണിക്കുന്ന ഒരു ക്ലോക്കിൽ മിറർ ഇമേജിൽ കാണിക്കുന്ന സമയം 4:20 ആണ്. അങ്ങനെയെങ്കിൽ അതിലെ യഥാർത്ഥ സമയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 7:30, ഓപ്ഷൻ 2 7:44, ഓപ്ഷൻ 3 7:40, ഓപ്ഷൻ 4 7:45. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താവുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് 12 ഹവേഴ്സിൻ്റെ ക്ലോക്കാണ്. അപ്പോൾ നമുക്ക് 11:60 എന്നത്, അതായത് 12 മണി, അതൊന്ന് മൈനസ് ഒരു ടൈം കുറച്ചാൽ മതി. അതായത് 4:20 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 60 20 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 കിട്ടും. ദെൻ ഇവിടെ 11 4 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 കിട്ടും. അപ്പം ആക്ച്വൽ ടൈം എന്തായിരിക്കും? 7:40 ആണ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ 3 ക്ലാസ്സസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ബിലോ. കോപ്പർ, ബുക്ക്, വയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ 3 ക്ലാസ്സസ് നൽകിയിട്ടുണ്ട്. അത് കോപ്പർ, ബുക്ക്, വയർ എന്നിവയാണ്. അപ്പം അതിനെ റിലേറ്റ് ചെയ്യുന്ന വെൻ ഡയഗ്രാം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നൽകിയിരിക്കുന്ന ഈ ഒരു ക്ലാസ്സസിൽ കോപ്പറും വയറും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് കോപ്പർ കൊണ്ട് നമുക്ക് വയർ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ബുക്കായിട്ട് ഇത് നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കോപ്പർ കൊണ്ട് നമുക്ക് വയർ ഉണ്ടാക്കാം എന്നുള്ളൊരു റിലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത് ഓപ്ഷൻ സിയിലുള്ളതാണ് വെൻ ഡയഗ്രാം. അതായത് ഈ ഒരു പുറമേ ഉള്ള റൗണ്ട് സൂചിപ്പിക്കുന്നത് ബുക്കിനെയും, അതായത് ബുക്കും കോപ്പറും വയറും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു വലിയ റൗണ്ട് നമുക്ക് വയറായിട്ട് എടുക്കാം. ഈ ഒരു ചെറിയ കണക്ട് ചെയ്തിരിക്കുന്ന ചെറുത് നമുക്ക് കോപ്പറായിട്ട് എടുക്കാം. അപ്പോൾ കോപ്പറും വയറും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പം ഇവയെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സിയിലുള്ളതാണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഫോളോയിങ്. അപ്പം ഇതും വെൻ ഡയഗ്രാം തന്നിട്ട് നൽകിയിരിക്കുന്ന ക്ലാസ്സസിൻ്റെ റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്മോക്കേഴ്സ്, ലോയേഴ്സ്, നോൺ സ്മോക്കേഴ്സ്. അപ്പോൾ നമുക്ക് 4 വെൻ ഡയഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോയേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോയേഴ്സിൽ സ്മോക്ക് ചെയ്യുന്നവരുണ്ടാകാം, സ്മോക്ക് ചെയ്യാത്തവരും ഉണ്ടാകാം. അപ്പം ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് നടുവിൽ നമുക്ക് ജസ്റ്റ് ലോയേഴ്സിന് ഇവിടെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ലോയേഴ്സ് നമുക്കറിയാം നോൺ സ്മോക്കേഴ്സും ഉണ്ട്, അവർ സ്മോക്കേഴ്സും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കണക്ഷൻ കാണിക്കുന്നത് ഓപ്ഷൻ 4 വെൻ ഡയഗ്രാം ആണ്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സീരീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 65 70 80 80 110 100. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്: 161 145 130 155. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ സംഖ്യകളുടെ റിലേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 65ഉം മൂന്നാമത്തെ സംഖ്യ ആയിട്ടുള്ള 80ഉം തമ്മിലുള്ള ഡിഫറൻസ് 15ആണ്. അതായത് 65നെ കൊണ്ട് 15 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 80 കിട്ടും. ഇനി രണ്ടാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും ആയിട്ടുള്ള 80ഉമായിട്ടുള്ള റിലേഷൻ, അതായത് 70നെ കൊണ്ട് 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 80 കിട്ടും. ഇനി അതുപോലെ ഈ ഒരു മൂന്നാമത്തെ സംഖ്യയും അഞ്ചാമത്തെ സംഖ്യയും തമ്മിലുള്ള റിലേഷൻ, അതായത് 80നെ കൊണ്ട് 30 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. സോ ഇവിടുത്തെ ഡിഫറൻസ് 30ആണ്. ഇനി നാലാമത്തെ സംഖ്യയും ഈ ഒരു ആറാമത്തെ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 80നെ കൊണ്ട് 20 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ അടുത്തത് അഞ്ചാമത്തെ സംഖ്യയും ഇവിടുത്തെ ഏഴാമത്തെ സംഖ്യയും
തമ്മിലുള്ള, അതായത് ഏഴാമത്തെ സംഖ്യയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ 15 30, അപ്പോൾ നെക്സ്റ്റ് 45 ആയിരിക്കും ആഡ് ആക്കേണ്ടത്. അതായത് 110 കൊണ്ട് 45 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 155 കിട്ടും. സോ ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് എ ഫിഗർ എമംഗസ്റ്റ് ദ 4 alternatives ദാറ്റ് വെൻ പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഓഫ് ഫിഗർ എക്സ് വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ. റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഫിഗർ ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഇവിടെയുള്ള ഫിഗർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കുകയാണെങ്കിൽ, അപ്പം ഈ ഭാഗത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ബ്ലാങ്ക് സ്പേസിനും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ എന്ത് വരും? താഴേക്കായിട്ടുള്ള ഒരു എൽ വരും, ഈ ടൈപ്പ് വരും. ദെൻ ഇങ്ങനൊരു ക്രോസ് ബാർ വരും ഇവിടെ. ഇനി ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇവിടെ റൗണ്ട് വരും. നെക്സ്റ്റ് താഴോട്ടേക്കുള്ള ഒരു ട്രയാങ്കിൾ വരും. ഈ ഒരു എൽ ഷേപ്പ്, ഇപ്പോൾ ഇവിടെ ഉള്ളൊരു എൽ ഷേപ്പിൻ്റെ മിറർ ഇമേജ് എന്ത് ചെയ്യും? താഴോട്ടേക്ക് വരുന്ന രീതിയിലുള്ള ഇതായിരിക്കും. സോ അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ 4 ഈ ഒരു രീതിയിൽ വരുന്നത്. സോ ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, ശ്രേയ സ്റ്റാർട്ട്സ് വാക്കിംഗ് ടുവാർഡ്സ് ദ നോർത്ത് ഫ്രം ഹെർ ഷോപ്പ്. ഷീ വാക്സ് 15 meter, then takes a right turn and walks 30 meter. She now takes a left turn and walks the 15 meter. Then again she takes a left turn and walks 15 meter. Finally she turns left again and stops after walking 15 meter. In which direction is the end point with respect to the starting point? All turns are 90-degree turns only. ഓപ്ഷൻ എ നോർത്ത് വെസ്റ്റ്, ഓപ്ഷൻ 2 സൗത്ത് ഈസ്റ്റ്, ഓപ്ഷൻ 3 സൗത്ത് വെസ്റ്റ്, ഓപ്ഷൻ 4 നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ശ്രേയ അവളുടെ ഷോപ്പിൽ നിന്നും പോകുന്ന കുറച്ച് ഡയറക്ഷൻസ് ആണ്. അപ്പോൾ അതിനുശേഷം സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് അവസാനം ഏത് ഡയറക്ഷനാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ഡാറ്റ അനുസരിച്ചിട്ട് ഇവരുടെ ഫിഗർ വരക്കാം, അതായത് ഡയറക്ഷൻ നമുക്ക് വരക്കാം. ഫസ്റ്റ് അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് നോർത്തിലോട്ട് 15 meter ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നോർത്തിലോട്ട് 15 meter സഞ്ചരിച്ചു. ദെൻ ഷീ ടേക്സ് റൈറ്റ് ടേൺ ആണ് പറയുമ്പോൾ റൈറ്റിലോട്ട് 30 meter സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങോട്ടേക്ക് 30 meter സഞ്ചരിച്ചു. ഷീ നൗ ടേക്സ് ലെഫ്റ്റ് ടേൺ, അപ്പം ഇടത്തോട്ട് 15 meter സഞ്ചരിച്ചു. അപ്പം വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 15 meter സഞ്ചരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഫൈനലി എന്ത് പറയുന്നുണ്ട്? ഒരു ലെഫ്റ്റ് ടേണും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പം ഇപ്പോൾ ഉള്ളത് ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്, ഇത് വെസ്റ്റാണ്, ഇത് സൗത്താണ്. സോ ഇങ്ങനെയാണുള്ളത്. അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ ശ്രേയ ഉള്ളത്. സോ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ 4 ശരി ഉത്തരം, നോർത്ത് ഈസ്റ്റ്. അടുത്ത ചോദ്യം, സ്റ്റഡി ദ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് എ ഡൈസ് ഗിവൺ ബിലോ. വിച്ച് നമ്പർ വിൽ ഒക്കർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു 4. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഡൈസിൻ്റെ 4 രൂപങ്ങളായിട്ടുള്ള 4 പൊസിഷനിലുള്ള ഇമേജസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 4 ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 3, ഓപ്ഷൻ 2 5, ഓപ്ഷൻ 3 1, ഓപ്ഷൻ 4 6. അപ്പം നമുക്ക് ഈ ഒരു ഇത്തരത്തിൽ നമുക്ക് ഡൈസ് തരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4 ഓപ്പോസിറ്റുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വരുന്ന ഡൈസുകൾ ഇവിടെ 2ാമത് നൽകിയിട്ടുണ്ട്, 3ാമതും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് 4 വരുന്ന ഒരു ഡൈസും മറ്റൊരു ഡൈസും നമ്മൾ എടുക്കണം. അപ്പോൾ 4 വരുന്ന ഒരു ഡൈസ് എടുക്കുക, പിന്നെ ഒന്നിലധികം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തിലൂടെ 5 3 വരുന്നുണ്ട്, ഇവിടെയും 5 3 വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഡൈസുകൾ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യാൻ എടുക്കരുത്. നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റത്തിൽ 2 3 വരുന്നുണ്ട്, ഇവിടെയും 2 3 വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡൈസുകൾ ഒഴിവാക്കിയിട്ട് ഒരു നമ്പർ കോമൺ ആയിട്ട് വരുന്ന ഡൈസ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഡൈസും
ഈ ഒരു മൂന്നാമത്തെ ഡൈസ് എടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരു സംഖ്യ മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അത് 3 മാത്രമാണ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ എഴുതുകയാണ്. അപ്പോൾ 3, 1, 5 എഴുതി ഒന്നാമത്തെ ഡൈസിൽ. ഈ ഡൈസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 എഴുതുക, നെക്സ്റ്റ് 4 എഴുതുക, നെക്സ്റ്റ് 2 എഴുതുക. അപ്പം 4 ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? 1 ആണ്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സ്നിഗ്ധ സെഡ് ദാറ്റ് ഷീ മെറ്റ് ഹെർ മദേഴ്സ് ഓൺലി ബ്രദേഴ്സ് സൺസ് മദേഴ്സ് ഫാദർ ഇൻ ലോ. ഹൂം ഡിഡ് ഷീ മീറ്റ്? ഓപ്ഷൻ 1 അങ്കിൾ, ഓപ്ഷൻ 2 ഗ്രാൻഡ് ഫാദർ, ഓപ്ഷൻ 3 ഫാദർ, ഓപ്ഷൻ 4 ബ്രദർ. അപ്പോൾ ഇവിടെ ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്നിഗ്ധ അവളുടെ ഒരു ഫാമിലി മെമ്പറെ മീറ്റ് ചെയ്യുകയാണ്. അപ്പം അത് പറഞ്ഞിട്ടുള്ള വഴിയാണിത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആരെയാണ് സ്നിഗ്ധ കണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എന്താ? സ്നിഗ്ധ സെഡ് ദാറ്റ് ഷീ മെറ്റ് ഹെർ മദേഴ്സ് ഓൺലി ബ്രദർ. അപ്പം അവളുടെ അമ്മയുടെ ഏക ബ്രദർ, അതായത് അങ്കിളിനെയാണ് പറഞ്ഞത്. ബ്രദേഴ്സ് സൺസ് എന്നാൽ അപ്പം അമ്മാവൻ്റെ മകൻ്റെ മദർ, നെക്സ്റ്റ് സൺസ് മദർ, അതായത് അമ്മായിൻ്റെ ഫാദർ ഇൻ ലോ. അമ്മായിൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവളുടെ അമ്മയുടെ അച്ഛൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ അമ്മാവൻ്റെ അച്ഛനാണ്. അപ്പം അമ്മാവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് സ്നിഗ്ധയ്ക്ക് ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 5 ഗേൾസ് കോമൾ ഈസ് ദ ഷോർട്ടസ്റ്റ് വൈൽ ലിസ ഈസ് ദ ടോളസ്റ്റ്. രോഹിണി ഈസ് ടോളർ ദാൻ കോമൾ ബട്ട് ഷോർട്ടർ ദാൻ വീണ. പ്രിയ ഈസ് ദ സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ഗേൾ ഇൻ ദ ഗ്രൂപ്പ്. ഹൂ ഈസ് ദ സെക്കൻഡ് ടോളസ്റ്റ് ഗേൾ ഇൻ ദ ഗ്രൂപ്പ്? ഓപ്ഷൻ 1 വീണ, ഓപ്ഷൻ 2 ലിസ, ഓപ്ഷൻ 3 രോഹിണി, ഓപ്ഷൻ 4 പ്രിയ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 5 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവരുടെ ഹൈറ്റിൻ്റെ റിലേഷനാണ് പറയുന്നത്. അപ്പം അതിൽ ആരാണ് സെക്കൻഡ് ടോളസ്റ്റ് ഗേൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ റഫ് ഫിഗർ വരക്കാം. അപ്പം താഴെ നമുക്കൊരു ലൈന് വരച്ചിട്ട് ഇപ്പോൾ പറയുന്ന കാര്യം നോക്കാം. അപ്പം ഈ ഒരു ഗേൾസ് ഗ്രൂപ്പിൽ കോമൾ ഈസ് ദ ഷോർട്ടസ്റ്റ്. അപ്പോൾ കോമളാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ചെറിയ ലൈൻ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് വേണമെങ്കിൽ കെ എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ലിസ ഈസ് ദ ടോളസ്റ്റ്. അപ്പോൾ ലിസയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് എൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. രോഹിണി ഈസ് ടോളർ ദാൻ കോമൾ ബട്ട് ഷോർട്ടർ ദാൻ വീണ. അപ്പം രോഹിണി കോമളിനേക്കാൾ വലുതാണ്, ഇതാണ് രോഹിണി. ബട്ട് ഷോർട്ടർ ദാൻ വീണ, അപ്പം വീണേനേക്കാൾ ചെറുത്. അപ്പോൾ വീണ ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട്, അപ്പോൾ വീണ. നെക്സ്റ്റ് പറഞ്ഞത് പ്രിയ ഈസ് ദ സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ഗേൾ ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ പ്രിയയാണ് ഈ ഒരു ഗ്രൂപ്പിൽ സെക്കൻഡ് ഷോർട്ടസ്റ്റ്. അപ്പം ഇവിടെ ഇത്രയേ വരും. അപ്പോൾ ഇതാണ് പ്രിയ. അപ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൂ ഈസ് ദ സെക്കൻഡ് ടോളസ്റ്റ് ഗേൾ ഇൻ ദ ഗ്രൂപ്പ്. അപ്പം സെക്കൻഡ് ടോളസ്റ്റ് ആരായിരിക്കും? വീണയാണ്. സോ ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ എ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് JHMI ഈസ് റിട്ടൺ ആസ് LPKM. ഹൗ വിൽ YGAN ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? ഓപ്ഷൻ 1 QDKA, ഓപ്ഷൻ 2 PDJC, ഓപ്ഷൻ 3 QDJB, ഓപ്ഷൻ 4 PEJB. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് JHMIനെ LPKM എന്നും അങ്ങനെയെങ്കിൽ YGANനെ എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു JHMI LPKM, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റുക. JHMIയും നെക്സ്റ്റ് ഇവിടെ LPKM. അപ്പം ഈ ഒരു ആൽഫബറ്റുകൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്ററും ഇവിടുത്തെ നെക്സ്റ്റിലെ ലാസ്റ്റ് ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ജെ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റാണ് എന്ത്? M വരുന്നത്. ഇനി നെക്സ്റ്റ് എച്ച് എടുക്കുകയാണെങ്കിൽ എച്ച് സെക്കൻഡാണ്. അപ്പോൾ നെക്സ്റ്റിലെ സെക്കൻഡ് ലാസ്റ്റ് എടുക്കുമ്പോൾ കെ, അതും എച്ച് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റാണ് വരുന്നത്. ഇനി എമ്മും പിയും തമ്മിലുള്ള റിലേഷൻ എടുക്കുകയാണെങ്കിൽ എം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൽഫബറ്റാണ് പി വരുന്നത്. നെക്സ്റ്റ് ഐയും എല്ലും എടുക്കുകയാണെങ്കിൽ ഐ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റാണ് എല്ല് വരുന്നത്. അപ്പം +3 എന്ന റിലേഷനാണ് ഇവിടെ വരുന്നത്.
അപ്പം നെക്സ്റ്റ് ഇവിടെ നമുക്ക് YGAN എടുക്കുകയാണെങ്കിൽ അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെക്സ്റ്റിലെ ലാസ്റ്റ് ലെറ്റർ Y കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റ്. അപ്പം Y കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? G ആണ്. ഇനി G എടുക്കുകയാണെങ്കിൽ G കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റ് എന്തായിരിക്കും? J ആണ്. നെക്സ്റ്റ് A കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റ് D ആണ്. നെക്സ്റ്റ് N കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൽഫബറ്റ് എന്താണ്? Q ആണ്. അപ്പം എന്താ പറയുക? QDJB ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് നമ്പർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ ഫോർത്ത് നമ്പർ ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് നമ്പർ. ഇപ്പം നൽകിയിരിക്കുന്ന റിലേഷൻ ആണ് 19:80, 23:96, ദെൻ 16 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 19ഉം 80ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ 19 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 76 ആണ്. 76 + 4 ആണ് 80 വരുന്നത്. ഇനി നമുക്ക് 23:96 എടുക്കാം. അതായത് 23 × 4 നമുക്ക് വരുന്നത് 92 ആണ്. 92 + 4 വരുന്നത് 96 ആണ്. അപ്പം ഇവിടെ വരുന്ന റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകിയ ഫസ്റ്റ് സംഖ്യനെ കൊണ്ട് 4 ഗുണിക്കുക +4 ആഡ് ചെയ്യുക. അപ്പം 16നെ കൊണ്ട് 4 ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. 64 + 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 68 കിട്ടും. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. അപ്പോൾ നമുക്കൊരു ഫിഗർ സീരീസ് നൽകിയിട്ടുണ്ട്. അതിൽ ലാസ്റ്റിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു 3 എണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് 4ാമത്തേലേക്ക് എത്തുന്നത്. ഫസ്റ്റ് നമുക്ക് ആരോ മാർക്ക് എടുക്കാം. ഫസ്റ്റത്തെ ആരോ മാർക്ക് ഈ ഒരു കോർണറിലായിരുന്നു. അത് പിന്നെ നെക്സ്റ്റിൽ എത്തിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു, അതായത് ഈ ഒരു ഭാഗത്തേക്ക് എത്തി. അടുത്തിലെത്തിയപ്പം ഇവിടേക്ക് എത്തി. ഒരു 90 ഡിഗ്രിയിലുള്ളൊരു റൊട്ടേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ നെക്സ്റ്റ് എന്തൊരു ഇവിടെ ആണെങ്കിൽ അടുത്തത് തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്കായിരിക്കും വരിക. സോ നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ട്രയാങ്കിൾ എടുക്കാം, ഉള്ളിലെ ട്രയാങ്കിൾ. ഇപ്പം മുകളിൽ ഡാർക്ക് ഷെയ്ഡും താഴെ വൈറ്റും ആണ്. രണ്ടാമത്തിലെത്തിയപ്പോൾ മുകളിൽ വൈറ്റും താഴെ ഡാർക്കും എത്തി. മൂന്നാമത്തിലെത്തിയപ്പോൾ മുകളിൽ ഡാർക്കും താഴെ വൈറ്റും എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും 4ാമത്തിലെത്തുമ്പോൾ മുകളിൽ വൈറ്റും താഴെ ഡാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ താഴെ ഡാർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ഫിഗർ എടുക്കണം. ഫസ്റ്റത്തേൽ ഉള്ളിൽ ഡാർക്ക് ഡോട്ടാണ്. രണ്ടാമത്തേലെത്തിയപ്പം ഉള്ളിൽ വൈറ്റ് ഡോട്ടാണ്. മൂന്നാമത്തേലെത്തിയപ്പം ഉള്ളിൽ ഡാർക്ക് ഡോട്ട്. സോ 4ാമത്തേൽ ഇവിടെ ആയിരിക്കും വരിക. ഉള്ളിൽ എന്തായിരിക്കും? വൈറ്റ് ഡോട്ടായിരിക്കും വരിക, ഉള്ളിൽ വൈറ്റ് ഡോട്ട്. സോ അത്തരത്തിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് വേർഡ് കനോട്ട് ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അഡ്മിനിസ്ട്രേഷൻ യൂസിങ് ഈച്ച് ലെറ്റർ ഓൺലി വൺസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വേർഡ് നൽകിയിട്ടുണ്ട്. അപ്പം അതിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റാത്ത വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ സിറ്റുവേഷൻ നൽകിയിട്ടുണ്ട്, സ്ട്രെയിൻ നൽകിയിട്ടുണ്ട്, ട്രഡീഷൻ നൽകിയിട്ടുണ്ട്, റേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിർമ്മിക്കാൻ പറ്റാത്തത് ഓപ്ഷൻ 1 ആണ്, സിറ്റുവേഷൻ. ബിക്കോസ് യു എന്തിലില്ല? അഡ്മിനിസ്ട്രേഷനിലില്ല. സോ ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ കോമ്പിനേഷൻ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് PQ ആസ് ഷോൺ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ PQ മിററാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതെങ്ങനെ വരും നോക്കാം. ഫസ്റ്റ് ഇവിടെ B ആണ്. അപ്പം B മിറർ ഇമേജിൽ വരുന്നത് D പോലെ ആയിരിക്കും കാണുക. നെക്സ്റ്റ് G. ഇപ്പം G എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പം G വരുന്നത് ഇത്തരത്തിലായിരിക്കും. നെക്സ്റ്റ് R മിറർ ഇമേജിൽ ഇങ്ങനെ ആയിരിക്കും വരിക. നെക്സ്റ്റ് L. ഇപ്പം L വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് Y ഇതുപോലെ തന്നെ വരും. നെക്സ്റ്റ് Xും ഇതുപോലെ തന്നെ വരും. നെക്സ്റ്റ് C ഇങ്ങനെ ആയിരിക്കും വരും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം.
അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് 8 + 2 / 3 - 4 × 6 ഇഫ് അഡീഷൻ മീൻസ് division means subtraction means multiplication and multiplication means addition. ഓപ്ഷൻ 1 0, ഓപ്ഷൻ 2 1, ഓപ്ഷൻ 3 -2, ഓപ്ഷൻ 4 3. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് അഡീഷൻ ആണ്. അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്, ഇവിടെ ഹരിക്കണം എന്ന് കൊടുക്കാം. രണ്ടാമത്തത് ഇവിടെ 2 / 3 ആണ്. അപ്പം ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്, സോ ഇവിടെ മൈനസ് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷൻ ആണ്. അപ്പം ഇനി ബോർഡ് മാത്സ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് 8 / 2 ആണ്, ദാറ്റ് ഈസ് 4 ആണ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 3 × 4 12 ആണ്, വെറും 12 അല്ല, -12 + 6. സോ 4 - 12 + 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4 - 12 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക -8 ആണ്. -8 + 6 -2. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.